ഫീസ് എന്നൊക്കെ പറയുന്ന ഒരു തട്ടിപ്പ് പരിപാടിയാണ്. കാരണം എനിക്ക് ഫീസ് എത്ര വേണമെങ്കിലും വെക്കാം, ഹോസ്റ്റൽ ഫീസ് എനിക്ക് തീരുമാനിക്കാമല്ലോ. അതുപോലെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജിൽ ഇത്ര ലക്ഷം രൂപയാണ് ഡൊണേഷൻ. അതുമായിട്ട് ഗേറ്റിനടുത്ത് നിൽക്കുമ്പോൾ ഉള്ളിലേക്ക് ഡോറ് തുറക്കണില്ല, കാരണം അതിനേക്കാളും കുറച്ചധികം കൊടുക്കാന്ന് പറഞ്ഞാൽ വേറൊരാളെ തുറന്ന് വിട്ട് കഴിഞ്ഞു. അങ്ങനെയാണ് സീറ്റ് വെക്കുക. സർട്ടിഫിക്കറ്റുകളുടെ കച്ചവടമാണ് അവിടെ വരുന്നതിൽ. 80% 90% കുട്ടികളും വരുന്നത് അവർക്കൊന്നും ആവണ്ട. ബേസിക്കലി സയൻസ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ആയിട്ടുള്ള എൻ്റെ ഇൻട്രാക്ഷനിൽ അവർ പറയും എനിക്ക് ഫിസിക്സ് ആണ് ഇഷ്ടം. എന്നാൽ ഇന്ത്യയിലെ ഫിസിക്സിലുള്ള ഒരു 4 ആളുടെ പേര് പറയാം സയന്റിസ്റ്റുകളുടെ. അതൊന്നും എനിക്കറിയില്ല. നല്ല കാശൊക്കെ ഉണ്ട് വീട്ടിൽ, അങ്ങനെയാണെങ്കിൽ പാഷനൊക്കെ നമുക്ക് ചേസ് ചെയ്യാം. സ്ഥിര വരുമാനം വേണമെന്നുള്ള ഒരാൾ പാഷന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ചിലപ്പം എവിടെയും എത്താതെ നമ്മൾ പല സ്വാമിമാരുടെ അടുത്തും പോയിട്ട് അനുഗ്രഹം മേടിക്കും. ഞാൻ ഇപ്പോൾ ഒരു സ്വാമിയോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ അടുത്ത് ഇതുവരെ ഏതെങ്കിലും ഒരു അച്ഛനോ അമ്മയോ ഒരു കുട്ടിയെ കൊണ്ടുവന്നുണ്ടോ എൻ്റെ മോനെ സ്വാമിയാക്കണം എന്ന് പറഞ്ഞിട്ട്? അച്ഛനോടും അമ്മയോടും ചോദിക്കുക, നിങ്ങളുടെ ടീനേജ് പ്രായത്തിൽ അവരുടെ ആഗ്രഹം എന്തായിരുന്നു, അത് നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുക. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നവരെ എഞ്ചിനീയർ എന്ന് ഞാൻ വിളിക്കാറില്ല, ബിടെക് എന്ന് വിളിക്കാറുള്ളൂ. വളരെ റയറായിട്ട് ബിടെക്കാർ എഞ്ചിനീയർ ആവാറുള്ളൂ. ഇപ്പം ആദ്യം മനസ്സിലാക്കേണ്ടത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഒരു 10 കൊല്ലം കൊണ്ട് കിട്ടും, 20 കൊല്ലം കൊണ്ടും കിട്ടും എന്നല്ല വിചാരിക്കേണ്ടത്. ഇപ്പം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആ കുട്ടിക്ക് പിന്നെ പഠിക്കാൻ പറ്റില്ല. ബിടെക് എന്ന് പറയുന്നത് ആ ബി എന്താണ്? ബാച്ചിലർ എന്നാണ്. ബാച്ചിലർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കല്യാണം കഴിക്കാത്ത ആളല്ല, ചെറുപ്പക്കാരൊന്നും അല്ല അർത്ഥം. ബാച്ചിലർ എന്ന് പറഞ്ഞ അർത്ഥം കരിയർ ഗൈഡൻസ്. കരിയർ ഗൈഡൻസ് കുട്ടികൾക്ക് കൊടുക്കരുത്, അവർക്ക് ആദ്യമായിട്ടൊരു ജോബ് കൊടുക്കുക. ആ ജോബിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകാന്നുള്ളത് അയാൾ തീരുമാനിക്കട്ടെ. ഏത് പ്രോഗ്രാമിൽ ചേർമ്പോഴും നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, എന്തിനാണ് ഞാൻ പഠിക്കുന്നതെന്നൊന്ന് എഴുതാൻ പറ്റണം. എല്ലാ കുട്ടികളും ചെയ്യേണ്ടത് 10ാം ക്ലാസ് കഴിഞ്ഞു 12ാം ക്ലാസ്സിലേക്ക് വെയിറ്റ് ചെയ്യുന്നതിന് പകരം ഉന്നത വിദ്യാഭ്യാസ സംബന്ധമായ കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് സംസാരിക്കാനായിട്ട് ABC ടോക്കിൽ സ്വാഗതം ഡോക്ടർ TPS. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ ബിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എറണാകുളം. GK. ഉന്നത വിദ്യാഭ്യാസം ഒരു വലിയ ചോദ്യചിഹ്നമല്ലേ? എന്തു പഠിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണോ വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷകർത്താക്കൾ എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ നമുക്ക് എക്സ്പോസ്ഡ് ആയിട്ടുള്ള കുറേ വിഷയങ്ങളുണ്ട്. 7ാം ക്ലാസ് വരെ ജീവിതവും നമുക്ക് ചുറ്റുമുള്ളതൊക്കെ പഠിക്കണം എന്നാണ് നിയമം. അതല്ല നടക്കുന്നത്. നമ്പർ 1. നമ്പർ 2, 8, 9, 10 ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുന്നതും 11, 12 സ്പെഷ്യലൈസ് ചെയ്യപ്പെടുന്നതും ഒക്കെ അബ്സ്ട്രാക്റ്റ് നോളജാണ്, നമുക്ക് ചുറ്റും കാണുന്നതല്ല. അത് കഴിഞ്ഞിട്ടിപ്പം ബിടെക്കിൽ പോകുന്ന സമയത്ത് കമ്പ്യൂട്ടർ സയൻസ് പലരും ഇപ്പോൾ 7ാം ക്ലാസ് 6ാം ക്ലാസ് മുതൽ തുടങ്ങുന്നുണ്ടെങ്കിലും എന്തിനാണിത് പഠിക്കുന്നത്, എന്താണ് ഇതിൻ്റെ കണ്ടൻറ്റ്, അത് പലർക്കും അറിയില്ല. എഞ്ചിനീയറിംഗിൽ വരുമ്പോൾ ഓറിയൻറ്റേഷൻ മാറും. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിയുടെ ഓറിയൻറ്റേഷൻ മാറും. ഇതൊരു വലിയൊരു ഗ്യാപ്പാണ്. 12ാം ക്ലാസ് വരെയൊക്കെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഇങ്ങനെ ഒരു തള്ളിട്ടൊക്കെ പോകും. അത് കഴിഞ്ഞ് എൻട്രൻസ് കഴിഞ്ഞിട്ട് കയറുമ്പോഴാണ് അറിയുക ഇതൊന്നും അല്ല എനിക്ക് വേണ്ടിയിരുന്നത്. പലരും മിസ്ഗൈഡ് ചെയ്യപ്പെടുകയാണ്. ഇന്ന് വിദ്യാഭ്യാസത്തിൽ, ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ ക്യൂ ഉള്ളത് ഏത് ലൈനിലാണോ അവിടെ നിൽക്കുക എന്നുള്ളതാണ്. പലരും ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർ സ്പേസ് സയൻറ്റിസ്റ്റ് ആവണമെന്ന് ആഗ്രഹം. ഇപ്പം എന്താണ് സ്പേസ് സയൻസ് എന്ന് പോലും അവർക്കറിയില്ല. പലപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും സിനിമയിൽ കാണുന്ന ഒരു ക്യാരക്ടറൈസേഷൻ അല്ലാതെ റിയൽ ലൈഫിൽ അവരെന്താണെന്ന് പോലും അവർക്ക് അന്വേഷിച്ചിട്ടുണ്ടാവില്ല. അത് ആവാൻ വേണ്ടിയിട്ട് അവരവിടെ ചേരുകയാണ്. ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് എന്താണ് ചെയ്യുകയെന്ന് 10ാം ക്ലാസ് 12ാം ക്ലാസ് പഠിക്കുന്നത് എത്ര പേർക്ക് അറിയാം? എന്താണ് അവരുടെ ഒരു ആക്ടിവിറ്റി എന്താണെന്ന് അറിയണ്ടേ? അതറിയാത്തപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ കൃത്യമായിട്ട് അവർക്ക് എന്താണ് ഓരോരാളും ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. അതിനുള്ള സാധ്യതകളാണ് നമ്മൾ സാധാരണ ഒരു സ്കൂൾ പ്രോഗ്രാംസിൽ ഗസ്റ്റിനെയൊക്കെ വിളിക്കുന്നത്. അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അത് എല്ലാ ഫീൽഡിലും. ഇപ്പോൾ ഡിസൈനിങ് എന്ന് പറയുന്ന ഒരാൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയാണ് പലപ്പോഴും ഡിസൈനിങ്ങിലേക്ക് പോകുന്നത്. ഓരോ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ ബാങ്കിൽ സ്വന്തം മക്കൾ പോലും, അച്ഛൻ ബാങ്കിലാണ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അച്ഛൻ രാവിലെ പോയാൽ അവിടെ എന്താണ് ചെയ്യുകയെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന ലോകത്തെ കൃത്യമായിട്ട് അറിയാത്തവരാണ് 12ാം ക്ലാസ് വരെയുള്ള പലരും. അതുകൊണ്ട് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെയാണല്ലോ, ഗ്രാജുവേഷൻ മുതലാണ് തുടങ്ങുന്നത്. അവിടെ മുതൽ മിസ്ഗൈഡ് ചെയ്യപ്പെടുന്നു. എനിക്ക് വരുന്ന എല്ലാ കോളുകളും
ഇപ്പം സാധാരണ ഒരു മാർച്ച് മുതൽ ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെ കുറേ പേര് ഈ അവസ്ഥയിലാണ്. മെഡിക്കലിന് പോകണം, റിപ്പീറ്റ് ചെയ്തു, 4 പ്രാവശ്യം 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. എന്താണ് ഡോക്ടർ ആയാൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തിനാണ് ഡോക്ടർ ആവുന്നത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു ആലോചന ചെറുപ്പത്തിൽ ആരോ പറഞ്ഞു, ആ വഴിയിലൂടെയാണ് അവർ പോകുന്നത്. ഈ MBBS, PDS, ആയുർവേദം, വെറ്റിനറി ഇതിലേക്കുള്ള ആ ഒരു റഷ് ഇപ്പോഴും കുറഞ്ഞിട്ടില്ലല്ലേ? ഈ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാം ഇപ്പോഴും ഒരു ഗ്യാരണ്ടീഡ് ആയിട്ട് ജോലി കിട്ടേണ്ടതാണ്. അതിൽ അധികം ഡിമാൻഡ് പോവാത്ത അല്ലെങ്കിൽ മാറാത്ത ഒന്ന് എന്ന് പറയുന്നത് മെഡിക്കൽ സയൻസ് തന്നെയാണ്. പക്ഷേ മെഡിക്കൽ സയൻസിൽ അവർക്ക് പലർക്കും അറിയാത്തത് MBBS കഴിഞ്ഞിട്ടൊരു കാര്യമില്ല, സ്പെഷ്യലൈസേഷൻ വേണമെന്നുള്ളതാണ്. അതേസമയത്ത് BAMS കഴിഞ്ഞാൽ ചിലപ്പോൾ നേരിട്ട് അവർക്ക് പ്രാക്ടീസ് ചെയ്യാം. MBBS കഴിഞ്ഞവർ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ കുറവാണ്. കാരണം ആരും പോവില്ല. ഒരു MBBSകാരൻ ഷോപ്പ് തുറന്നു വെച്ചപ്പോൾ ആരും അവിടെ പോവാം. ഒന്ന് മൾട്ടി സ്പെഷ്യലാലിറ്റി ഹോസ്പിറ്റലിൽ പോകുള്ളൂ. അവിടെ ഒന്നും ആർക്കും MBBSകാരന് ജോലി കൊടുക്കില്ല. മിനിമം സ്പെഷ്യലൈസേഷനും ഇല്ലാത്ത ഒരാളെയും ഒരിക്കലും മെഡിക്കൽ രോഗികൾ കാണാൻ പോകാറില്ല എന്നുള്ളതാണ് സത്യം. BDS ഓക്കെ, പക്ഷേ ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഒരു ഡെന്റിസ്ട്രി സ്വന്തം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണമെങ്കിൽ. എക്യുപ്മെൻറ്റ്സ് ഒക്കെ ക്രോസ് ഓഫ് റുപ്പീസാണ്. അതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് കൊടല് വെച്ചിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോത്തിക്കരി സ്റ്റൈലല്ലല്ലോ ഇപ്പം മെഡിക്കൽ സയൻസ്. അപ്പോൾ അതുകൊണ്ട് അത്ര എളുപ്പമല്ല. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്കാരുടെ എണ്ണം കുറേ കൂടുതലാണ്. ഈ ഡോക്ടറാണ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷനിൽ പോകുന്നവർ കുറവാണ്. പക്ഷെ BDS കഴിഞ്ഞ് കുറേ പേരുണ്ടാവും. BDSന് ഇത്രയും കാശ് ചിലവാക്കിയിട്ട് കഴിഞ്ഞിട്ട് വെറുതെ വീട്ടിലിരിക്കുന്നവർ, MBBS കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്നവർ കുറേ പേരുണ്ട്. ഇപ്പം +2 കഴിഞ്ഞിട്ട് ഇനി എന്തെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് ആരോടെങ്കിലും ചോദിച്ചാലും പറയും പാഷൻ നോക്കി പോകണം, അല്ലെങ്കിൽ സ്കോപ്പുള്ള കോഴ്സ് വേണമെന്ന് പറയും. എന്താണ് ഇത് രണ്ടും? ഇപ്പോൾ ഏതാണ് ഇത് രണ്ടും ഉള്ള കോഴ്സുകൾ? അല്ല, ഇപ്പോൾ പാഷൻ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഒരു സ്കൂളിൽ പോയിട്ട് സാധാരണ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ എന്താണ് പാഷൻ എന്ന് വെച്ചാൽ പ്രേം നസീർ ആവണമെന്നാണ്. സിനിമ കാണുന്നവർക്ക് അതാവണമെന്നല്ലേ ആഗ്രഹം. പക്ഷേ ആ പാഷനിൽ പോയി കഴിഞ്ഞാൽ എത്ര പേര് രക്ഷപ്പെടും? അപ്പോൾ ആ റിയലിസം മനസ്സിലാക്കാത്ത മലയാള സിനിമയിലാണെങ്കിൽ ഒരു പ്രേം നസീറേ ഉള്ളൂ, കുറേ പേരുണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നവർ. അതെ അതെ അതെ. അതിലൊന്നിലും എത്തിപ്പെടാത്ത എത്രയോ ആൾക്കാരെ നമുക്ക് കാണാം. ഒരു കഴിവും ഇല്ലാണ്ടും അതാവണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ടാവും. അപ്പം പാഷൻ ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ഏത് സബ്ജക്റ്റ് ആയാലും ആ സബ്ജക്റ്റിൽ പാഷൻ എന്ന് പറയുന്നത് അതിന് ചുറ്റുമുള്ള കുറേ കാര്യങ്ങൾ അറിയാവുന്നതാണ്. ഇപ്പം ഇൻട്രസ്റ്റ് ഫിസിക്സാണ്. അപ്പം ഞാൻ സാധാരണ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ബേസിക്കലി സയൻസ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ആയിട്ടുള്ള എൻ്റെ ഇൻട്രാക്ഷനിൽ അവർ പറയും എനിക്ക് ഫിസിക്സാണ് ഇഷ്ടം. എന്നാൽ ഇന്ത്യയിലെ ഫിസിക്സിലുള്ള ഒരു 4 ആളുടെ പേര് പറയാം സയൻറ്റിസ്റ്റുകളുടെ. അതൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാറില്ല, നിങ്ങൾക്ക് സിനിമയാണ് ഇഷ്ടമെങ്കിൽ സിനിമയിൽ 5 ആളുടെ പേര് പറയാൻ പറയണ്ടേ? എനിക്ക് മ്യൂസിക്കാണ് ഇഷ്ടം, 5 മ്യൂസീഷ്യൻസിൻ്റെ പേരറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ മ്യൂസിക് അറിയാം? അപ്പോൾ ഏത് വിഷയത്തിലും നമ്മൾ കുറേ ആൾക്കാരെ ഫോളോ ചെയ്യുക, അവരെന്താ ചെയ്യണമെന്ന് മനസ്സിലാക്കുക, അതിന് പറ്റിയ സ്ഥലം എന്ന് അത് മനസ്സിലാക്കുക. അത്തരം ഗൈഡൻസ് ഒന്നും കൊടുക്കുന്ന ഒരു പോസിബിൾ ആയിട്ടുള്ളൊരു സെൻറ്റർ പോലും നമുക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം. അപ്പോൾ പാഷൻ എന്ന് പറയുന്നതും നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതും നമുക്ക് എന്താണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് പറയുന്നത് അത് വളരെ വ്യത്യസ്തമായിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ജോലി കിട്ടുക എന്നുള്ള അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ്, സ്ഥിര വരുമാനം കിട്ടുക. അപ്പോൾ പാഷനിൽ പോയിട്ടുള്ളവരൊന്നും ചിലപ്പം അത് പ്രതീക്ഷിച്ചിട്ടല്ല പോയിട്ടുണ്ടാവുക. നല്ല കാശൊക്കെ ഉണ്ട് വീട്ടിൽ, അങ്ങനെയാണെങ്കിൽ പാഷനൊക്കെ നമുക്ക് ചേസ് ചെയ്യാം. സ്ഥിര വരുമാനം വേണമെന്നുള്ള ഒരാൾ പാഷൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ചിലപ്പം എവിടെയും എത്താതെ ബുദ്ധിമുട്ടി പോകും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പഠിച്ചിറങ്ങിയ ഒരു കാര്യത്തിലില്ലാതെ ജോലിയിൽ സക്സസ് ആയ ഒത്തിരി പേരുണ്ട് നമുക്ക് ചുറ്റും. ഇപ്പോൾ ബിടെക് പഠിച്ച ഒരാൾ നന്നായി വ്യവസായം ചെയ്യുന്നവരുണ്ട്. നമ്മളൊരു ചാർജ് മോഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ MD നമ്മുടെ അടുത്ത് തന്നെ വന്നിരുന്നു. അപ്പോൾ ഇതുപോലെ ഈ പഠിച്ചിറങ്ങുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്തതും ചിലപ്പം അച്ഛനും അമ്മയും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇന്നയാൾ പറഞ്ഞിട്ട് പഠിക്കാൻ പോയി. അതിനുശേഷം പക്ഷേ അവരിപ്പോൾ ചെയ്യുന്ന അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ജോലിയായിരിക്കും. അപ്പം ഇതുപോലുള്ള ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ വേറെ പല കാര്യങ്ങളിലും പഠിക്കാൻ പോയിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തുന്നവരൊക്കെ ഉണ്ടാവും. അപ്പം ഇതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രശ്നമല്ലേ? അതിനെന്താണ് ഒരു പോംവഴി? നമ്മളൊരു കുടുംബാന്തരീക്ഷത്തിൽ സമൂഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസിലൊക്കെ ജീവിക്കുന്നവരാണ്. ഞാൻ എൻ്റെ തറവാട്ടിൽ കണ്ണൂർ ക്യാമ്പ് നടത്താറുണ്ട്, അറിയാലോ ജിക്കൊക്കെ. കുറേ ഗൾഫിലുള്ള വളരെ റിച്ച് ആയിട്ടുള്ള കുറേ മക്കൾ എൻ്റെ കൂടെ താമസിച്ചിട്ടുണ്ട്. ഒരു 5 കൊല്ലത്തോളം 1000-ലധികം കുട്ടികൾ എൻ്റെ കൂടെ വന്ന് എൻ്റെ കൂടെ താമസിച്ച് എൻ്റെ മക്കളെപ്പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞാനവിടെ ചെയ്യാറുള്ളൊരു എക്സർസൈസ് ഇതാണ്.
ഇപ്പം നിങ്ങൾ 2015 25 നിങ്ങൾ എവിടെ എത്തിയിട്ടുണ്ടാവും എന്ന് മാപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് 35 എവിടെയാണ്. ഒരു പയ്യൻ ഒരു മാപ്പിങ്ങിനെ അവരുടെ ജീവിതം ഇങ്ങനെയാണ്, അവരുടെ ഒരു ഡ്രീം ഉണ്ടാവുമല്ലോ. അപ്പോൾ 10 കൊല്ലം കഴിയുമ്പോൾ അവൻ IIT പാസ്സായി, 9ാം ക്ലാസ്സുകാരനാണ്, IIT പാസ്സായി, ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. 20 വർഷം കഴിയുമ്പം അവൻ എബ്രോഡിൽ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാജ്യത്ത് അവിടെ സ്പോർട്സ് ബാർ തുടങ്ങുകയാണ്. ഇതും അതുമായിട്ടൊരു ബന്ധമില്ലല്ലോ മോനെ, എന്തിനാ? അല്ല, 20 വർഷം കഴിയുമ്പോൾ അച്ഛൻ ചത്തോളുന്നു. അപ്പൊ അവൻ ആദ്യത്തെ ജോലി അച്ഛൻ്റെ ആഗ്രഹത്തിന് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഏറ്റെടുക്കുന്നതും അത് കഴിഞ്ഞാൽ അവൻ്റെ താല്പര്യം അവൻ ഫോർവേഡ് ചെയ്യുന്നു. ആ സമയത്താകുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ കാശുണ്ടാവും, പിന്നെ കുടുംബം ഏകദേശം നമ്മൾ പാർട്ടീഷനൊക്കെ കഴിയും, അങ്ങനെ കുറച്ച് കാശ് എൻ്റെ കയ്യിൽ വരും. ഇപ്പോൾ ആഗ്രഹം വെച്ചാൽ നടക്കില്ല എന്ന് അവന് കൃത്യമായിട്ട് അറിയാം. വളരെ പ്രാക്ടിക്കലായിട്ട് ജീവിക്കാൻ പഠിക്കുന്ന നല്ല ബുദ്ധിയുള്ള, കാരണം IIT കിട്ടുന്ന ഉറപ്പാണ് അവന് കിട്ടിയിട്ടുമുണ്ട്. അല്ല, ഈ TPS ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോഴും ഈ അച്ഛനും അമ്മയും അവരുടെ ആഗ്രഹം മക്കളിലൂടെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു ശ്രമത്തിന് നമ്മൾ എഗനിസ്റ്റായിട്ട് ഒരുപാട് സംസാരങ്ങൾ ഉണ്ടാവാറുണ്ട്. കുട്ടികളുടെ ഇഷ്ടത്തിന് വിടുക, ഈ കുട്ടികളുടെ ഇഷ്ടത്തിന് വിടുന്ന കാര്യങ്ങൾക്ക് ഒരു പക്ഷേ കുട്ടികളുടെ യുക്തിബോധം ശരിയല്ലാത്തൊരവസ്ഥയുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഇടപെടാതിരുന്നാൽ കൂടുതൽ അപകടത്തിലേക്കല്ല അത് എത്തിച്ചേർത്തുള്ളൂ. ഈ അച്ഛനും അമ്മയ്ക്കും സാധാരണ ഞാൻ ഡൽഹിയിൽ ഒരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാം തുടങ്ങിയൊരു പ്രോഗ്രാമിൽ ഞാൻ ഡോക്ടർ TPS സയൻറ്റിസ്റ്റ്, മറ്റൊരാൾ പ്രീസ്റ്റ്, മറ്റൊരാൾ പോലീസുകാരൻ. അവരെ ഒരു പോലീസുകാരൻ പറയാൻ എൻ്റെ മക്കൾ പോലീസുകാരനാവണം തന്നെയാണ്, പ്രീസ്റ്റ് പറഞ്ഞത് എല്ലാവരും പ്രീസ്റ്റ് ആവണമെന്നാണ്. അതിനിപ്പോൾ എന്താ കുഴപ്പം? അയാൾക്ക് നല്ല ജോലിയല്ലേ ഇത്. നമ്മൾ പല സ്വാമിമാരുടെ അടുത്തും പോയിട്ട് അനുഗ്രഹം മേടിക്കും. ഞാൻ ഇപ്പോൾ ഒരു സ്വാമിയോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ അടുത്ത് ഇതുവരെ ഏതെങ്കിലും ഒരു അച്ഛനോ അമ്മയോ ഒരു കുട്ടിയെ കൊണ്ടുവന്നുണ്ടോ എൻ്റെ മോനെ സ്വാമിയാക്കണം എന്ന് പറഞ്ഞിട്ട്? ആരും ചോദിക്കാത്ത ചോദ്യം ഞാൻ ചോദിക്കാം. പിന്നെ ആരും ചോദിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ പണി ആർക്കും ഇഷ്ടമല്ല, നല്ല അർത്ഥം. എന്നിട്ട് ഇതിനെ നിങ്ങളെടുത്ത് വന്നിട്ട് അയാൾ പിന്നെ അനുഗ്രഹം മേടിക്കണത്. അപ്പൊ നമ്മള് ഓരോ അച്ഛനും അമ്മയും വരുമാനവും സ്റ്റാർഡവും റെസ്പെക്റ്റും. ഇനി അടുത്തൊരു ചോദ്യം, ഞാനൊരു സ്വാമിയെ ഇന്റർവ്യൂ ചെയ്തിരുന്നു നോർത്ത് ഈസ്റ്റിൽ പോയ സമയത്ത്. ആ സ്വാമിക്ക് അധികം ക്ലാസ് എടുക്കാനൊന്നും ഇഷ്ടമല്ല. അപ്പം കുട്ടികളുടെ പ്രോഗ്രാമിൽ ഞാൻ പോയപ്പോൾ ഗസ്റ്റായിട്ട് വന്നു, അയാൾ പറഞ്ഞു എനിക്ക് സംസാരിക്കാമെന്ന്. ഞാൻ കുഴപ്പമില്ല, ഞാൻ ചോദ്യം ചോദിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ രാമകൃഷ്ണ മഠത്തിലെ സ്വാമിയാണ്. അയാളോട് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, നിങ്ങളെ ഇപ്പോൾ അച്ഛനും അമ്മയും കണ്ടാൽ, ഈ വാസ് അറൗണ്ട് 50s, 56-57 വയസ്സായി, സീനിയർ സ്വാമിയാണ് അവിടുത്തെ, നിങ്ങളുടെ ഇപ്പോൾ അച്ഛനും അമ്മയും കണ്ടാൽ എന്ത് ചോദിക്കുന്നു ചോദിച്ചു. എടാ, ഈ വേഷമൊക്കെ അയച്ചു വെച്ചിട്ട് നീ ആരെയും കല്യാണം കഴിച്ച് എൻ്റെ വീട്ടിലൊന്ന് താമസിക്കാൻ മതി. അങ്ങനെ എല്ലാ അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം എന്താ? മക്കൾ സ്വാമി ആവണം, ഫേമസ് ആവണമെന്നൊന്നും അല്ല, അവരുടെ ആഗ്രഹത്തിനും ഇഷ്ടത്തിനും പോകാൻ. അപ്പോൾ എല്ലാ അച്ഛനും അമ്മയ്ക്കും അവരുടെ മക്കളെ കുറിച്ചൊരു സ്വപ്നമുണ്ട്. ഞാൻ പറയാറുണ്ട്, മാതാമൃതാനന്ദമയുടെ അച്ഛനും അമ്മയും ഒരു സ്കൂൾ മാഷായിരുന്നെങ്കിൽ മാതാമൃതാനന്ദമയ്യെ കേരളത്തിന് കിട്ടില്ലായിരുന്നു, ലോകത്തിന് കിട്ടില്ലായിരുന്നു. ശങ്കരാചാര്യരുടെ അച്ഛനും അമ്മയും ഒരു സാധാ സ്കൂൾ മാഷായിരുന്നെങ്കിൽ, അങ്ങനെ ഈ സ്കൂൾ മാഷ് എന്ന് പറയുന്നതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായിരുന്നു. നമ്മളൊരു വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തുന്ന ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇത് പലപ്പോഴും നടക്കുന്നതാണ്. നമ്മുടെ മക്കൾ ഇങ്ങനെ ആക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പ്രഷർ മക്കൾക്ക് കൊടുക്കുന്നത്? അവർ കൊത്തിവെച്ചിട്ടുള്ളൊരു സങ്കല്പമുണ്ട്, അതിനപ്പുറത്താണ്. ആ ലോകം മാറി. ഒരു ജോലിയിൽ പ്രവേശിച്ച് ആ ജോലിയിൽ റിട്ടയർ ആവുക അല്ലെങ്കിൽ ചത്തുപോവുക എന്നുള്ള കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പം ഷിഫ്റ്റ് ചെയ്യും, ആൾക്കാർ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കുറച്ചു കാലം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ് കഴിയും, കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് മനസ്സിലാവുക സ്റ്റാൻഡപ്പ് കോമഡിയാണ് എൻ്റെ ജന്മം, അതാണ് എനിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്വാമിനിയായിട്ട് ക്ലാസ് എടുത്ത് നടന്ന എന്താണ് സ്റ്റാൻഡപ്പ് കോമഡി നടത്തിയ ആൾ എനിക്കറിയാം. ഇപ്പോൾ സ്വാമിനിയായിട്ട് നല്ല ചീഫ് പ്രഭാഷണം നടത്തുമ്പോൾ ആളില്ല കേൾക്കാൻ. പക്ഷെ അതേ സമയത്ത് നമ്പർ ഓഫ് വ്യൂവേഴ്സ് കൂടുതലുള്ളത് സ്റ്റാൻഡപ്പ് കോമഡിക്കാണെങ്കിൽ ഇവർക്ക് എന്താ ചെയ്താൽ ഇപ്പം ഇങ്ങനെ പ്രൊഫഷൻ മാറുന്ന കുറേ പേരുണ്ട്. അപ്പം ഇതൊന്നും അല്ല വേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ളൊരു കഴിവ്, ആ ഒരു ഫ്രീഡം ഏത് കാലത്താണോ ഉണ്ടാകുന്നത് ആ സമയത്ത് അയാൾ മാറും. അങ്ങനെ സിനിമ ഇറക്കിയിട്ടുള്ള ആളുണ്ട്. അയാളുടെ ആഗ്രഹം ചെറിയ പ്രായത്തിൽ സിനിമ ഇറക്കണം എന്നുള്ള ആഗ്രഹം അയാൾക്ക് കിട്ടിയത്, അയാൾക്കൊരു ജോലി കിട്ടിയപ്പോൾ അതിനുള്ള കാശില്ല, മക്കളും വിവാഹമൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് അയാൾ സിനിമയിൽ, അയാൾക്ക് അഭിനയിക്കണം എന്ന് ആഗ്രഹമില്ല, ഡയറക്റ്റ് ചെയ്യണം എന്ന്, ഒരു സിനിമ ഇറക്കണം എന്നാണ് അയാളുടെ ആഗ്രഹം. അങ്ങനെ ഇറക്കിയിട്ടുള്ള ഒരാളെ ഞാൻ അറിയാം. ഒരാൾ പിന്നെ ഫസ്റ്റ് അഡ്വക്കേറ്റായിട്ട് കുറേ കാശൊക്കെ ഉണ്ടാക്കിയിട്ട് വിവാഹം കഴിക്കുമ്പോൾ കിട്ടിയ ഡൗറി ഉപയോഗിച്ചിട്ട് ബാംഗ്ലൂരിൽ പോയിട്ട് MBBS സീറ്റ് മേടിച്ചിട്ട് MBBS പഠിച്ചാൽ എനിക്കറിയാം. അയാളുടെ ആഗ്രഹം MBBS ആണ്, പക്ഷെ കാശില്ല കൊടുക്കാൻ.
എൻട്രൻസ് എഴുതി കിട്ടുന്ന കാലം തുടങ്ങിയ കാലത്താണ്, എൻ്റെ ബാച്ച് കഴിഞ്ഞിട്ടുള്ള ബാച്ചാണ്, എനിക്കറിയുന്ന എൻ്റെ ഒരു ജൂനിയറാണ്. അപ്പോൾ അയാൾക്ക് കിട്ടിയില്ല. പക്ഷെ അതിനുള്ള കാശ് കൊടുക്കാനില്ല. അയാൾ ലീഡിങ് അഡ്വക്കേറ്റായി പല സ്ഥലത്തും പ്രാക്ടീസ് ചെയ്ത് കുറേ കേസുകളൊക്കെ കിട്ടി, അയാളുടെ വിവാഹം കഴിഞ്ഞു, നല്ല കാശ് കിട്ടിയപ്പോൾ അതങ്ങനെ തന്നെ കൊണ്ടു കൊടുത്തിട്ട് MBBS. അയാളുടെ ആഗ്രഹം അതാണ്. അപ്പോൾ പലപ്പോഴും എല്ലാവർക്കും കിട്ടുന്നൊരു ധൈര്യമല്ല. അയാൾ ഡോക്ടറായി അല്ലേ? അയാൾ ഡോക്ടറായി. അപ്പോൾ ഇത് ചെയ്താലാണോ സക്സസ് എന്നുള്ളതല്ല, എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഞാൻ സാധാരണ മക്കളോട് ചോദിക്കാറുള്ളത്, നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും ചോദിക്കുക, നിങ്ങളുടെ ടീനേജ് പ്രായത്തിൽ അവരുടെ ആഗ്രഹം എന്തായിരുന്നു, അത് നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുക. നടന്നിട്ടില്ല. എന്താ കാരണം? ചിലപ്പം അവർ ചൂസ് ചെയ്തിട്ടുള്ള വഴി കറക്റ്റ് അല്ലാത്തതുകൊണ്ടായിരിക്കും. അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടോ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടോ അല്ല. അപ്പം നല്ല വഴി എന്ന് പറയുന്നത് ഇപ്പം GK ചോദിച്ചതുപോലെ നമ്മൾ ഒരാളെ അഡ്വൈസ് ചെയ്യുന്നത് കറക്റ്റാണ്. പക്ഷെ പലപ്പോഴും അച്ഛൻ്റെയും അമ്മയുടെയും ഒരു ചെറിയ പാത്തിലൂടെ മാത്രമാണ് അവർ നോക്കുന്നുണ്ടെങ്കിൽ ആ അഡ്വൈസ് ചിലപ്പം മക്കളെ വഷളാക്കും. ഇപ്പം നമ്മളിവിടെ എനിക്ക് തോന്നുന്നു ഒരു എഡ്യൂക്കേഷണൽ ഇൻഫ്ലേഷൻ്റെ കാലത്താണ് നമ്മൾ ഇന്ത്യയിൽ. നമുക്ക് ലോകത്തെല്ലായിടത്തും വിദ്യാഭ്യാസം, തൊഴിലിനുള്ളതും തൊഴിൽ കൊടുക്കാനുള്ളതും അതേപോലെ വ്യവസായം തുടങ്ങാനുള്ളതും സംരംഭം തുടങ്ങാനുള്ളതും ഒക്കെയാണ് വിദ്യാഭ്യാസം. നമ്മളിവിടെ വിദ്യാഭ്യാസം കല്യാണം കഴിക്കാനുള്ളതും സമൂഹത്തിൽ ബഹുമാനം വാങ്ങാനുള്ളതും വീടിൻ്റെ മുൻപിൽ ബോർഡ് വെക്കാനുള്ളതും ഒക്കെയാണ്. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ ഇൻഫ്ലേഷൻ നടക്കുന്ന നമ്മുടെ നാട്ടിൽ, ഓരോ രണ്ടാമത്തെ വീട്ടിലും എൻജിനീയർ ഉള്ള നമ്മുടെ നാട്ടിൽ, ഓരോ അഞ്ചാമത്തെ വീട്ടിലും ഡോക്ടേഴ്സ് ഉള്ള നമ്മുടെ നാട്ടിൽ, IT പ്രൊഫഷണൽ 10 വീടിനകത്തൊരു IT പ്രൊഫഷണൽ ഉള്ള നാട്ടിൽ പ്ലംബിങ്ങിന് ആളെ കിട്ടാനില്ല, വയറിങ്ങിന് ആളെ കിട്ടാനില്ല, മെക്കാനിക്കിനെ കിട്ടാനില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. നേരെ മറിച്ച് നമ്മൾ അമേരിക്കയിലേക്ക് ചെന്നാൽ അവർ 8ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ വരെ പഠിക്കുന്നുള്ളൂ. പക്ഷേ അവരുടെ വീടിൻ്റെ ബാക്ക് യാർഡിൽ ഒരു പുരയുണ്ടാവും. ആ പുരയിൽ ഒരുമാതിരിപ്പെട്ട ഉപകരണങ്ങളെല്ലാം അവരുടെ കയ്യിലുണ്ടാവും. വീട് അവർ പോച്ചെത്തുന്നത് അവരായിരിക്കും, വീട്ടിലെ വയറിങ് അവരായിരിക്കും, വീട്ടിലെ പെയിൻറ്റിങ് അവരായിരിക്കും, അത്യാവശ്യം കാർപ്പൻട്രി പണി അവരായിരിക്കും. ഇപ്പം അവിടുത്തെ ഫർണിച്ചർ ഷോപ്പുകളിലൊക്കെ പോയാൽ ഫർണിച്ചർ പീസായിട്ടേ കിട്ടത്തുള്ളൂ. അത് കൊണ്ടുവന്ന് ഒരാൾ ഒറ്റയ്ക്ക് അത് അസംബിൾ ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഈ ഒരു കൾച്ചർ, ഇത്രയും എഡ്യൂക്കേറ്റഡായ എഡ്യൂക്കേഷണൽ ഇൻഫ്ലേഷൻ നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ഒരു പണിയെടുക്കാൻ പറ്റാത്തവരെ വാർത്തെടുക്കുന്ന ഒരു വിദ്യാഭ്യാസത്തിൻ്റെ രീതി നിലനിൽക്കുന്നുണ്ട്. ഇത് മാറേണ്ടതല്ലേ? അല്ലെങ്കിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത്? അല്ല, നമുക്ക് ഇപ്പം ഈ പറഞ്ഞൊരു സ്ഥിതി കുറേ കാലം തുടരുകയാണെങ്കിൽ, എൻ്റെ പ്ലംബിങ്ങിന് എനിക്ക് ആളെ കിട്ടുന്നതിന് ഞാൻ തന്നെ തുടങ്ങൂലേ? എൻ്റെ കാർപ്പൻ്ററായിട്ട് എനിക്ക് ഒരാളെ കിട്ടുന്നില്ലല്ലോ, ഹ്യൂജ് എക്സ്പെൻസീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തന്നെ ചെയ്യും. വീട് ക്ലീൻ ചെയ്യുന്ന സർവൻറ്റ് മെയ്ഡിന് കിട്ടാനില്ല, വളരെ കോസ്റ്റ്ലി ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തന്നെ ചെയ്യും. അതാണ് അമേരിക്കയിൽ നടന്നത്. കാരണം ഹൈലി കോസ്റ്റ്ലി ആണ്, ലേബർ കോസ്റ്റ് വളരെ കൂടുതലാണ്. കേരളത്തിൻ്റെ സ്ഥിതിയോ അല്ലെങ്കിൽ ഇന്നത്തെ സ്ഥിതിയോ അതല്ല. കുറേ ട്രേഡുകൾ, നമുക്കൊരു 150ഓളം ട്രേഡുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. 10ാം ക്ലാസ് വരെയെങ്കിലും അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ. നമ്മുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു പ്രോഗ്രാം തന്നെ ഉണ്ട്. അതെ, 12ാം ക്ലാസ് വരെ. ഡിപ്ലോമ ഉണ്ട്, ITI ഉണ്ട്. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നവരെ എഞ്ചിനീയർ എന്ന് ഞാൻ വിളിക്കാറില്ല, BTech എന്ന് വിളിക്കാറുള്ളൂ. കാരണം BTech ഡിഫറൻ്റ് ആണ്, എഞ്ചിനീയർ എന്ന് ഡിഫറൻ്റ് ആണ്. വളരെ റയറായിട്ട് BTechക്കാർ എഞ്ചിനീയർ ആവാറുള്ളൂ. അതിന് കാരണം MBBS കഴിഞ്ഞ ഒരാൾ അവർ പഠിക്കുന്ന സ്ഥലത്ത് പഠിപ്പിക്കുന്നവരിൽ പ്രാക്ടീസിങ് ഡോക്ടേഴ്സാണ്. മെഡിക്കൽ കോളേജിലെ പിന്നെ ഡോക്ടർമാർക്ക് പ്രാക്ടീസും ചെയ്യണം, പഠിപ്പിക്കുകയും വേണം. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്നവരൊന്നും പ്രാക്ടീസിങ് എഞ്ചിനീയേഴ്സ് അല്ല. ഓക്കെ, അവർ BTech കഴിഞ്ഞു, MTech കഴിഞ്ഞു, PhD കഴിഞ്ഞ് ചിലപ്പോൾ പഠിപ്പിക്കും. ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറും അവൻ്റെ വീട്ടിൽ പോലും ഒരു ബൾബ് ഇട്ടിട്ടുണ്ടാവില്ല, ഒരു ബൾബ് ഇടുന്ന ഒന്നും ചെയ്യാറില്ല. മെക്കാനിക്കൽ എഞ്ചിനീയർ ഇതുവരെ അവരുടെ കാറിൻ്റെ ബോണറ്റ് അഴിച്ച് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പ്രാക്ടിക്കൽ നോളജ് 0 ആയിട്ടുള്ളതാണ് എഞ്ചിനീയറിങ്. അതുപോലെ MBA കഴിഞ്ഞു എന്നല്ല. അതിപ്പം ഏതെങ്കിലും സിറ്റിയിൽ പോയിട്ട് നമ്മളൊരു കല്ലെറിഞ്ഞാൽ തലയിൽ വീഴുന്നവരുടെ എണ്ണം നോക്കിയാൽ ഒരു 10 പേരുണ്ടെങ്കിൽ 10 കല്ലെറിഞ്ഞാലും 10 പേരും MBAക്കാരാവെന്ന് പറയാറ്. അത്രയും കൂടുതൽ MBAക്കാരാണ്. ഇവരൊന്നും പ്രൊഫഷണൽസ് അല്ല, അവരൊന്നും ഒരിക്കലും ബിസിനസ്സിൻ്റെ അടുത്ത് പോലും എത്തില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ പ്രൊഫഷണൽ കോഴ്സ് എന്ന് വിളിക്കുന്നതൊന്നും പ്രൊഫഷണൽ അല്ല എന്നുള്ളതാണ്. അതിന് കാരണം അമേരിക്കയിൽ പഠിപ്പിക്കുന്ന ഓരോ പ്രൊഫസർമാരും പ്രാക്ടീസിങ് പ്രൊഫസേഴ്സാണ്, ജോലി ചെയ്യുന്നവരാണ്. അവർ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് പോകുന്നുണ്ടാവും. അവർ പഠിപ്പിക്കുന്ന സമയത്തും അവരുടെ കമ്പനികളിലെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ തീരെ ടച്ചില്ലാത്ത ഒരു അക്കാഡമിക് കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവരാണ്. അതുകൊണ്ടുണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ കാണുന്നത്. അത് നമ്മുടെ
ഒന്ന് പോപ്പുലേഷൻ്റെ ഭാഗമാണ്. നമ്മളിപ്പം ഞാൻ MBA പഠിപ്പിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൽ ഹൈദരാബാദിൽ, ആന്ധ്രയിലും തെലങ്കാനയിലൊക്കെ എല്ലാ ഗേൾസ് സ്റ്റുഡൻസിൻ്റെയും ഫ്രീ സീറ്റുകളാണ്. ഗവൺമെൻറ് ആണ് പേ ചെയ്യുന്നത്. കാരണം അവർക്ക് വോട്ട് കിട്ടാനുള്ളൊരു നമ്പർ 2 എന്ന് പറയുന്നത് ഒരു എക്കണോമിക് സോണിന് താഴെ വരുന്ന, അല്ലെങ്കിൽ പോർട്ടില എന്ന് പറയാൻ പറ്റില്ല, ഒരു വരമ്പ് വെച്ചിട്ടുണ്ട്, അതിനകത്ത് വരുന്നില്ല, എങ്ങനെയെങ്കിലും അവർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും ഫ്രീ പഠിപ്പിച്ച് ഗവൺമെൻറ് റീഇംബേഴ്സ് ചെയ്യുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. അതുകൊണ്ട് 700ഓളം എഞ്ചിനീയറിംഗ് കോളേജുകൾ ചടയുന്നുകൊണ്ട് തുടങ്ങി. ഇപ്പം ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളോട് നിങ്ങളൊക്കെ എഞ്ചിനീയറാണ്, MBA എന്നൊക്കെ പറയാമെന്നല്ലാതെ ഇത് കൊടുക്കുന്ന ഒരു പണിയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം അവർക്കൊരു ടൈം പാസ്സാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, ഡിഗ്രി എന്ന് പറയുന്നത് വെറും ടൈം പാസ് ആയിട്ട് മാറിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ജയിക്കുമോ? അപ്പോൾ പരീക്ഷയ്ക്ക് ജയിക്കുമോ? പരീക്ഷ ജയിക്കുക എന്നാണ് ഇപ്പം കേരളത്തിലുള്ളൊരു കോളേജ് പരീക്ഷ എഴുതി തോറ്റു എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള കോളേജ് ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്ത വർഷം ആ കോളേജ് ഓട്ടോണമസ് ആവുകയാണ്. ഓട്ടോണമസ് ആയെന്ന എന്താ അർത്ഥം? അവിടെ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നു, അവിടെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നു. പിന്നെ പാസ്സാവില്ലേ? എല്ലാവരും പാസ്സാക്കണമെങ്കിൽ ഒരു കോളേജ് ഓട്ടോണമസ് ആക്കിയാൽ മതി. ഓട്ടോണമസ് ആക്കുകയാണെങ്കിൽ കാശ് കൊടുത്തിട്ടൊരു കമ്മിറ്റീനൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യിപ്പിക്കാൻ വളരെ എളുപ്പമല്ലേ. ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആരാ തോക്കുക? ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ കുറേ പേര് തോറ്റാൽ ആ യൂണിവേഴ്സിറ്റിയിൽ വേറെ ആരെങ്കിലും ചേരുമോ? യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവരല്ല. ഞാനും ഒരു യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറും പ്രോവോസ്റ്റും ഒക്കെ ആയിട്ടുള്ള ആളല്ലേ. അപ്പോൾ ഇതൊക്കെ കച്ചവടമാണ്, സർട്ടിഫിക്കറ്റുകളുടെ കച്ചവടമാണ്. അവിടെ വരുന്നതിൽ 80%, 90% കുട്ടികളും വരുന്നത് അവർക്കൊന്നും ആവണ്ട. ഇതൊരു ഫ്ലോ ആണ്. +2 കഴിഞ്ഞാൽ ഗ്രാജുവേഷന് ചേരുക, ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ പണിയൊന്നും കിട്ടില്ല, പോസ്റ്റ് ഗ്രാജുവേഷന് ചേരുക, അത് കഴിഞ്ഞിട്ട് ഒരു പണിയും കിട്ടില്ല, PhDക്ക് ചേരുക. അങ്ങനെയല്ല, എനിക്ക് ആ വിഷയത്തിലുള്ള താല്പര്യമുണ്ടായി അങ്ങനെയൊക്കെ. പക്ഷേ ഇത് ഒരു മാസീവായിട്ടുള്ള പ്രോഗ്രാമാണ്. ഞാൻ യൂണിവേഴ്സിറ്റി ഡയറക്ടറായിരിക്കുന്ന സമയത്ത് 2005 20 വർഷം മുമ്പ് ആകെ 420-500 അടുത്ത് യൂണിവേഴ്സിറ്റികളേ ഉള്ളൂ. ഇന്ന് 1500-ലധികം യൂണിവേഴ്സിറ്റികളുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെ കൊടുക്കുകയാണ്. അതിലൊക്കെ ഫില്ല് ചെയ്യുന്ന നമ്പർ ഓഫ് സീറ്റ്സ് നോക്കിയാലോ 10 മടങ്ങ് കൂടിയിട്ടുണ്ട്. അപ്പം ഈ സീറ്റിനൊക്കെ അല്ലെങ്കിൽ ഫീസിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ ഗവൺമെൻറ്? ഇല്ല, ഇതൊന്നുമില്ല. അത് ചില സ്ഥലങ്ങളിൽ ഗവൺമെൻറ് ഇപ്പോൾ കേരളത്തിൽ വെച്ചതുപോലെ ഒന്നല്ല ബാക്കി സ്ഥലത്തൊന്നും. പിന്നെ ഈ ഫീസ് എന്നൊക്കെ പറയുന്ന ഒരു തട്ടിപ്പ് പരിപാടിയാണ്. കാരണം എനിക്ക് ഫീസ് എത്ര വേണമെങ്കിലും വെക്കാം, ഹോസ്റ്റൽ ഫീസ് എനിക്ക് തീരുമാനിക്കാമല്ലോ. ഇപ്പം ഒരു യൂണിവേഴ്സിറ്റി സിറ്റിയിൽ നിന്നും ഒരു 60 കിലോമീറ്റർ ദൂരെ, നിങ്ങൾ ഹോസ്റ്റലിൽ താമസിച്ചാലേ പറ്റുള്ളൂ. പിന്നെ ഇതൊക്കെ ചേരുന്ന അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടല്ലേ? അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ മോൻ്റെ ചേർക്കാനായിട്ട് പല കോളേജുകളിൽ നിന്നും എന്നെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. മീൻസ് അടുത്ത വർഷം പാസ്സാകാൻ പോകുന്ന മകന് 90% മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര രൂപ അടച്ചാൽ മതി. ഇനി മാർക്ക് കുറവാണെങ്കിൽ ഇത് കുറച്ച് പൈസ കൂടുന്നേ ഉള്ളൂ, പക്ഷെ അഡ്മിഷൻ ഇപ്പോൾ ഉറപ്പാക്കി വെക്കാന്ന് പറഞ്ഞ ഒരു എമൗണ്ട് കൊടുത്തിട്ട് ബുക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതുപോലെ ഗൾഫിലൊക്കെ പോയിട്ട് സ്ഥിരമായിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്ന എത്രയോ യൂണിവേഴ്സിറ്റികൾ ഉണ്ടെന്നറിയോ? അവിടെ പോയിട്ട് അവരെ ഓഫർ ചെയ്യുന്നത് ഞാൻ എൻട്രൻസ് എക്സാം നടത്തി. ചിലരൊക്കെ വലിയ കാര്യമായിട്ട് പറയും, ഞാൻ ഇന്ന യൂണിവേഴ്സിറ്റിയുടെ, ഞാൻ ഒന്നിൻ്റെ പേര് പറയുന്നില്ല കേട്ടോ, ഇന്ന യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എഴുതി പാസ്സായി. ഞാൻ അവിടെ എഴുതി എല്ലാവരും പാസ്സായിട്ടുണ്ട്, ഇതുവരെ തോറ്റ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജിൽ ഇത്ര ലക്ഷം രൂപയാണ് ഡൊണേഷൻ. അതുമായിട്ട് ഗേറ്റിനടുത്ത് നിൽക്കുമ്പോൾ ഉള്ളിലേക്ക് ഡോറ് തുറക്കണില്ല, കാരണം അതിനേക്കാളും കുറച്ചധികം കൊടുക്കാമെന്ന് പറഞ്ഞാൽ വേറൊരാളെ തുറന്ന് വിട്ട് കഴിഞ്ഞു. അങ്ങനെയാണ് സീറ്റ് വെക്കുക. ഇത് ഒരു ബാർഗൈനിങ് മെക്കാനിസമായിട്ട് മാറിയിരിക്കുന്നതാണ്. ഇപ്പം ഇത്രയധികം ഫീസ് കൊടുത്ത് ഇതൊക്കെ അഡ്മിഷൻ മേടിച്ച് പഠിച്ചിറങ്ങിയിട്ട് ഇവരിത് എങ്ങനെ വസൂലാക്കും? ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ മെഡിസിനൊക്കെ പോലുള്ള നമ്മൾ ഇപ്പം ആദ്യം മനസ്സിലാക്കേണ്ടത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 10 കൊല്ലം കൊണ്ട് കിട്ടും, 20 കൊല്ലം കൊണ്ടും കിട്ടും എന്നല്ല വിചാരിക്കേണ്ടത്. ഇപ്പം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആ കുട്ടിക്ക് പിന്നെ പഠിക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് വളരെ സിൻസിയർ ആയിട്ടുള്ള ചില അച്ഛൻ്റെ അമ്മമാരുടെയൊക്കെ മെസ്സേജ് വരും. എൻ്റെ മകൻ അന്ന് എവിടെയും പോകാൻ പറ്റാണ്ട്, അന്ന് ഫിനാൻഷ്യലി ഒരു കഴിവില്ലാത്തതുകൊണ്ട്, എൻജിനീയറിംഗ് ചേർക്കാൻ പറ്റാത്തതുകൊണ്ട് ഡിപ്ലോമയ്ക്ക് ചേർത്തു, ഇപ്പം അവന് എഞ്ചിനീയറിംഗ് പഠിക്കണം, എന്ത് ചെയ്യുക? അപ്പോൾ ലാറ്ററൽ എൻട്രിയിൽ പോകാൻ നമ്മൾ സജസ്റ്റ് ചെയ്തു. ഞാൻ അങ്ങനെ ലാറ്ററൽ എൻട്രിയിലെ കുട്ടികളെയാണ് ചിലപ്പോൾ ഡയറക്റ്റായിട്ട് ബിടെക്കും ചേർന്നവരെക്കാളും ആക്റ്റീവായിട്ടും സ്പോർട്ടീവായിട്ടും കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ടും കണ്ടിട്ടുള്ളത്. കാരണം ഡിപ്ലോമ ആകുമ്പോൾ കുറച്ചും കൂടി പ്രാക്ടിക്കലാണ്. അതെങ്ങനെയാണ്? അത് എന്താ അഡീഷണൽ സബ്ജക്ട് എഴുതിയെടുക്കുക? എങ്ങനെയാണ്? അല്ല, അത് നമ്മൾ 3rd ഇയറിലേക്ക് നേരിട്ട് കയറാം. ഓക്കെ. അപ്പോൾ 3 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷത്തേക്ക് അതേ ബ്രാഞ്ചിൽ കയറാം. അതേ ബ്രാഞ്ച് കിട്ടുകയാണെങ്കിൽ അതിനൊരു എൻട്രൻസ് എക്സാം ഉണ്ട്. എൻട്രൻസ് എക്സാം ഇല്ലെങ്കിലും പ്രൈവറ്റ് കോളേജുകൾക്കൊക്കെ ആൾക്കാർ എടുക്കാൻ പറ്റും, അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും. ചിലയിടത്തൊക്കെ ഒരു ക്വാളിഫയിങ് എക്സാം പോലെ നടത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് +2 കഴിഞ്ഞ് ചേരുകയാണെങ്കിൽ, ഡിപ്ലോമ 10 കഴിഞ്ഞിട്ടും ചേരാം, 12 കഴിഞ്ഞിട്ട് ചേരാം. അപ്പോൾ ആ ബേസിക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ചേരാം. ഇനി അതല്ലെങ്കിൽ +2 ഇപ്പോൾ ഓപ്പൺ സ്കൂളിൽ ചേരാം.
ഇപ്പം ഈ എന്ത് പഠിക്കുമ്പോഴും നമ്മൾ ആദ്യം കാണേണ്ടത് നല്ല ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ, ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഡിഗ്രി അല്ല, അറിവുള്ളവരാണെങ്കിൽ എല്ലാ കുട്ടികളും ചെയ്യേണ്ടത് 10ാം ക്ലാസ് കഴിഞ്ഞു 12ാം ക്ലാസ്സിലേക്ക് വെയിറ്റ് ചെയ്യുന്നതിന് പകരം ഏതൊക്കെ വിഷയങ്ങളാണോ അതിലൊക്കെ ഓപ്പൺ സ്കൂളിങ്ങിൽ, ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ, ഓപ്പൺ ഓൺലൈൻ പ്രോഗ്രാമുകളിൽ ഹൺഡ്രഡ്സ് ഓഫ് കോഴ്സസ് ഫ്രീ കിട്ടുന്നുണ്ട്. അതൊക്കെ ചെയ്ത് പഠിച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് പോകാന്നുള്ളതാണ്. ഇപ്പം തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇൻഡക്ഷൻ ട്രെയിനിങ്ങിന് ഞാൻ പോയാൽ ആദ്യം ചോദിക്കുന്നത് ഇതിൽ അൺഹാപ്പി ആയിട്ടുള്ള എത്ര പേരുണ്ടെന്നാണ്. ഒരു 70% കുട്ടികൾ അൺഹാപ്പിയാണ്. എന്താ കാരണം? അവരൊക്കെ മെഡിക്കൽ കിട്ടാത്തതുകൊണ്ടാണ് ചേർന്നത്. അവരെന്ത് ചെയ്യും? അവിടെ ഇരുന്നുകൊണ്ട് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഈ ഫസ്റ്റ് ഇയറിലുള്ള ഒരു ക്ലാസ്സിലും അവർ കോൺസെൻട്രേഷൻ കിട്ടില്ല. കാരണം അവർക്ക് അറിയാം അത് കിട്ടിയാൽ അങ്ങോട്ട് പോകണം. ഫസ്റ്റ് ഇയർ എക്സാം കഴിയുമ്പോഴത്തെ എല്ലാത്തിനും തോക്കും. ഇപ്പോൾ എഞ്ചിനീയറിംഗിന് തോറ്റു ഫസ്റ്റ് ഇയർ തന്നെ. അപ്പോൾ ഉള്ള എല്ലാ മോട്ടിവേഷനും പോയി, ഡീമോട്ടിവേറ്റഡ് ആയി. അപ്പോൾ അവിടെ എത്തിയിട്ടുമില്ല, ഇവിടുന്ന് അങ്ങോട്ട് പോകാനും പറ്റില്ല. അമ്മാത്ത് എത്തിയിട്ടുമില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതുപോലെ. ഇങ്ങനെ കുറേ പേരെ നമ്മൾ കാണും. അങ്ങനെ ഡിപ്രഷനിലെത്തി, കുറേ കോഴ്സുകൾക്ക് തോറ്റു, അങ്ങനെയുള്ള കുറേ കുട്ടികളെ നമ്മൾ കാണും. അപ്പോൾ ഈ എഞ്ചിനീയറിംഗിന് ചേരുന്നവരല്ല, എൻട്രി ചെയ്യാൻ വളരെ എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അവിടുന്ന് പുറത്തു വരാനാണ് ബുദ്ധിമുട്ട്. നമ്മുടെ അടുത്തൊക്കെ ഇഷ്ടംപോലെ ഫ്രീ സീറ്റുകളുള്ള എത്രയോ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. ഇപ്പം കമ്പ്യൂട്ടർ സയൻസ്, ML, AI, ML, ഡാറ്റാ സയൻസ് അല്ലെങ്കിൽ ഇതിലൊക്കെ കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള കോർ എഞ്ചിനീയറിംഗിലൊന്നും ആൾക്കാർ ചേരാനില്ല. MTech എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുള്ള എത്രയോ കോഴ്സുകളിൽ നിങ്ങൾ പോയി നോക്കിയാൽ എത്ര MTech കുട്ടികളുണ്ടെന്ന് ഒരു സർവേ കേരളത്തിൽ നടത്തി നോക്കിയട്ടെ. MTechന് കുട്ടികളില്ല. ഇതിനൊക്കെ ജോലി സാധ്യത ഉണ്ടോ? നമ്മൾ എന്തിനാണത് പഠിക്കുന്നത് എന്നുള്ള ആദ്യം ഒരു വേദം. നമ്മൾ എന്തിനാണ് പോകുന്നത്? നമ്മുടെ ഏത് പ്രോഗ്രാമിൽ ചേർമ്പോഴും നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, എന്തിനാണ് ഞാൻ പഠിക്കുന്നതെന്നൊന്ന് എഴുതാൻ പറ്റണം. ഇപ്പം എൻ്റെ ക്യാമ്പിന് വരുമ്പോൾ ഞാൻ സാധാരണ ചോദിക്കാറുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, എന്തിനാണ് വരുന്നത്? ഇപ്പം ഞാനിവിടെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് ഉണ്ട് എൻ്റെ മനസ്സിൽ. ഒരു ടോപ്പിക്ക് വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഓറിയൻറ്റ് ചെയ്ത് ആ ടോപ്പിക്കിലേക്ക് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ എന്തിനാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ള ബോധം എനിക്കുണ്ട്. ഒരു പഠിക്കാൻ പോകുമ്പോൾ ഒരു കുട്ടിക്ക് വേണ്ടത് ഞാൻ എന്തിനാണ് ഇത് പഠിക്കുന്നത്, ഇത് പഠിച്ചാൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ്. ഞാൻ എൻ്റെ എല്ലാ കുട്ടികളും എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവർ ഇലക്ട്രിക്കലാണോ, മെക്കാനിക്കലാണോ, സിവിലാണോ, നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്, എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക്. എത്ര പേർക്കറിയാം ഇന്ത്യൻ എഞ്ചിനീയറിംഗ്? ഞാൻ ചില വീഡിയോയിലൊക്കെ ഞാൻ പറയുമ്പോഴാണ് അവരറിയാം, ഓ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് ഉണ്ടല്ലേ. ബിടെക്കിന് പഠിക്കുന്ന എത്ര ടീച്ചേഴ്സ്, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് പോലും അറിയില്ല അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുള്ളത്. അതെന്താണ് സംഭവം? സിവിൽ സർവീസിന് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ്, ശ്രീധരൻ എന്ന് പറയുന്ന മെട്രോ ശ്രീധരൻ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് IAS ഈക്വലന്റ് ആണ്. സിവിൽ സർവീസിന് അത് ബിടെക് കഴിഞ്ഞാൽ ഉടനെ അത് എഴുതാം. അങ്ങനെ അയാൾ ഗവൺമെന്റ് എഞ്ചിനീയർ ആവും, അയാളെ റെയിൽവേയിലിടും. പല ഡിപ്പാർട്ട്മെന്റും ഉണ്ടല്ലോ ഗവൺമെന്റ് നടത്തുന്ന എഞ്ചിനീയറിംഗ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതിലെഴുതാം. ഇന്ത്യൻ എക്കണോമിക് സർവീസ് ഉണ്ട്. ഈ ഇന്ത്യൻ സർവീസുകൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ ഡിഗ്രി കഴിഞ്ഞിട്ടാണോ എഴുതേണ്ടത്? അതൊക്കെ ഡിഗ്രി കഴിഞ്ഞിട്ടാണ്. എല്ലാ ഇന്ത്യൻ സർവീസുകളും ബേസിക് ഇന്ത്യൻ ഡിഗ്രി വേണം. അത് ഇന്ന് ഡിഗ്രി ചെയ്താൽ ഇന്ന സ്ഥലത്ത് ഇന്ന് എക്സാം എഴുതാം എന്നുള്ളത്. എക്സാമിനേഷൻ അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റഡീസ് ഉണ്ടോ അതോ ജോലിക്കാണോ? അവർ നേരെ അവർക്ക് ജോലിയാണ്. അവരെ ട്രെയിൻ ചെയ്യും. 6 മാസത്തെ സാധാരണ സിവിൽ സർവീസിന് കിട്ടുന്ന എല്ലാ ട്രെയിനിങ്ങുകളും, UPSC കിട്ടുന്ന എല്ലാ ട്രെയിനിങ്ങുകളും കൊടുത്ത് അവരെ അതിനുവേണ്ടി സജ്ജമാക്കിയിട്ടാണ് പോസ്റ്റ് ചെയ്യുക. എത്ര ഓപ്ഷൻസ് ഉണ്ടെന്നറിയോ? ഇപ്പൊ ബിടെക് പഠിക്കാനുള്ള, ഇപ്പൊ നേവി, ഏഴിമലയിൽ ഇന്ത്യൻ നേവൽ അക്കാഡമി ഉണ്ട്. ഞാനവിടെ പോയ സമയത്ത് മലയാളികൾ ഒരു പയ്യന്മാരെയും കാണാനില്ല അവിടെ. എത്രയോ ഗേൾസിനും ബോയ്സിനും ഡയറക്റ്റായിട്ട് +2 കഴിഞ്ഞാൽ ജോലി കിട്ടാവുന്ന, നേരിട്ട് ജോലിയും കിട്ടി ബിടെക്കും കൊടുക്കും. എന്തേ പോവാത്തത്? നമ്മൾ അറിയില്ല എന്നുള്ളതാണ്. നമുക്ക് ചുറ്റുമുള്ള സ്ഥലം പോലും നമ്മൾ അറിയില്ല. കാരണം അഡ്വർടൈസ്മെന്റ് കൊടുക്കും. അതിനേക്കാളും അറിയും വേറെ പ്രൈവറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ. കാരണം അവർ അഡ്വർടൈസ് ചെയ്യില്ല. അപ്പൊ കഴിഞ്ഞ ആഴ്ച കണ്ട് ഞാൻ ഒരു +1 +2 സ്കൂളിൽ ക്ലാസ് എടുക്കുമ്പോഴാണ് AFMC കേട്ടിട്ടേ ഇല്ല, ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് കേട്ടിട്ടേ ഇല്ല. അവിടെ പാരാമെഡിക്കൽ ഉണ്ട്, നഴ്സിംഗ് ഉണ്ട്, MBBS ഉണ്ട്. അവിടെ തന്നെ സ്പെഷ്യലൈസേഷൻസ് ചെയ്യാം. അവരെ ഒരു ഡോക്ടറാക്കാൻ വേണ്ടി അവർ ചെലവഴിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ്. അതിൻ്റെ കൂടെ ശമ്പളവും കിട്ടും, ജോലിയും കിട്ടും. എന്ത് രസകരമായ ഒരു ക്യാമ്പസാണ് അതൊക്കെ. അല്ലാതെ പട്ടാളത്തിൽ ചേരണമെന്നുണ്ടോ അതിനുശേഷം? ആ ഒരു കമ്പൽസറി സർവീസ് എത്ര നാളത്തേക്കുണ്ടാവും? അവർ ആ കമ്പൽസറി സർവീസ് ആയിരിക്കും. ഒരു 10 കൊല്ലം വേണം. അത് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിൽ അതിനുള്ളത് വേണം അത്യാവശ്യം. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു തമാശകരമായൊരു കാര്യം കണ്ടു. നമ്മുടെ നാട്ടിലെല്ലാം സ്പെഷ്യലൈസേഷൻ്റെ കാലമാണ്. ഒരു വിഷയത്തെ സ്പെഷ്യലൈസ് ചെയ്യാതെ എങ്ങനെ ഒരു വിഷയത്തെ പഠിക്കാൻ പറ്റും? പക്ഷേ ഒരു വിഷയത്തെ സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ജീവിതകാലം മുഴുവൻ ആ വിഷയമല്ലാതെ മറ്റൊരു വിഷയത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഏറ്റവും ബുദ്ധിമാന്മാരായ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം, ഒന്നിലും സ്പെഷ്യലൈസ് ചെയ്യാതിരിക്കുക.
സാധ്യത വരുന്ന സമയത്ത് മാത്രം ആ സ്പെഷ്യലൈസേഷനിലേക്ക് മാറുക എന്ന് പറയുന്നു. ശരിക്കും അതിനകത്തൊരു യുക്തിയില്ലേ? ഈ നമ്മൾ പണ്ട് പറയാറുണ്ട് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് കിങ് ഓഫ് നൺ, മാസ്റ്റർ ഓഫ് നൺ, അല്ലെങ്കിൽ കിങ് ഓഫ് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ എന്നാണ്. അത് തെറ്റാണ്. ഞാൻ പറയാറുള്ളത് മാസ്റ്റർ ഓഫ് വൺ, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്. നിങ്ങൾ ഒരു കാര്യത്തിൽ മാസ്റ്ററി ആവുക, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ യഥാവിധം പഠിക്കുക. ഒരു കാര്യവും മാസ്റ്റർ ആവാൻ പറ്റാത്ത ഒരാൾ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ വെർസറ്റൈൽ ജീനിയസ് എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്കുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കുറച്ച് അറിയുന്നത്. വെർസറ്റൈൽ ജീനിയസ് ആണ് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ള താല്പര്യം. അതിന് നേരെ ഓപ്പോസിറ്റാണ് എക്സ്പെർട്ട്. പെർട്ട് എന്നുള്ള വാക്കിന് അർത്ഥം ഭ്രാന്തൻ എന്നാണ്. എക്സ്പെർട്ട് എന്ന് പറഞ്ഞ അർത്ഥം ഭ്രാന്ത് മാറിയ ഒരാൾ. അല്ലെ, പണ്ട് ഭ്രാന്തനായിരുന്നു, അത് എക്സ് ആണ്. അപ്പൊ എന്തിലാ എക്സ്പെർട്ട് ആവേണ്ടത്? ഞാൻ മാത്തമാറ്റിക്സ് എക്സ്പെർട്ട് ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുറച്ചു കാലം എനിക്ക് മാത്സിൽ ഭ്രാന്ത് ഉണ്ടായിരുന്നു, ഇപ്പൊ ഭ്രാന്ത് മാറി. ആ ഭ്രാന്ത് ഇപ്പൊ അത് മാറാൻ കാരണം ഒന്നുകിൽ അത് വിട്ടു അല്ലെങ്കിൽ അതിൽ പഠിച്ചു എന്നുള്ളതാണ്. അപ്പൊ എല്ലാ ഗ്രാജുവേഷൻ പഠിക്കുമ്പോഴും നമ്മൾ മാത്സ് ആണ് പഠിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മാത്തമാറ്റിക്സ് ആണ് പഠിച്ചത്, മാത്തമാറ്റിക്സിൽ എക്സ്പെർട്ട് ആയിരുന്നു, അന്ന് പെർട്ടായിരുന്നു. അങ്ങനെ പെർട്ടോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ എക്സ്പെർട്ട് ആവും. അങ്ങനെ ഗ്രാജുവേഷൻ കഴിയുമ്പോഴാണ് എന്താ ഗ്രാജുവേഷൻ എന്നുള്ളതിന്റെ മലയാളം? ബിരുദം. ബിടെക് എന്ന് പറയുന്ന ആ ബി എന്താണ്? ബാച്ചിലർ എന്നാണ്. ബാച്ചിലർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കല്യാണം കഴിക്കാത്ത ആളല്ല, കല്യാണം കഴിക്കാത്തല്ല, ചെറുപ്പക്കാരൊന്നും അല്ല അർത്ഥം. ബാച്ചിലർ എന്ന് പറഞ്ഞ അർത്ഥം ഹൃദയ. ബാച്ചിലർ ബ്രഹ്മചാരിയാണ്. ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ ബ്രഹ്മം ഇരിക്കുന്നത് അവിടെയാണ്, ബ്രഹ്മത്തിൽ ചരിക്കുന്നു എന്നാണ്. ചരിക്കുക എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാന്നാണ്. ഞാൻ ബ്രഹ്മത്തിലാണ് ചരിക്കുന്നത്. ഞാൻ മാത്തമാറ്റിക്സിൽ ബ്രഹ്മചാരിയാണ്. BSc മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം. അതിനർത്ഥം എന്താ വെച്ചാൽ എൻ്റെ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ക്വസ്റ്റ്യനിങ് എബിലിറ്റി, എൻക്വയറി മാത്തമാറ്റിക്സിലായിരുന്നു 3 വർഷം എന്നാണ്. അങ്ങനെ 3 വർഷം ഞാൻ മാത്തമാറ്റിക്സിൽ എൻക്വയറി നടത്തുമ്പോഴാണ് ഞാൻ ബാച്ചിലർ ആവുന്നത്. 3 കൊല്ലം. ഇത് അറിഞ്ഞുകൊണ്ടാണോ ബാച്ചിലർ എന്ന് ഒപ്പിടുന്ന പല സർട്ടിഫിക്കറ്റ് വൈസ് ചാൻസലറും ഈ അർത്ഥം പോലും അറിയാത്തവരാണ് വൈസ് ചാൻസലർ? അറിയോ? ഇത് എത്ര പേർക്ക് അറിയാം? മധ്യേ കേവലം ബ്രഹ്മ മാത്രം. എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിലിരിക്കുന്ന ബ്രഹ്മാവ്, ആ ബ്രഹ്മാവിന്റെ ഭാര്യയാണ് സരസ്വതി. അപ്പൊ എൻ്റെ നാക്കിൽ മാത്തമാറ്റിക്സ് വരും. എൻ്റെ ഉള്ളിലുള്ള ചോദ്യങ്ങളൊക്കെ മാത്തമാറ്റിക്സിലാണ് 3 വർഷം. ആ പേരാണ് ബ്രഹ്മചാരി. ഞാൻ ബ്രഹ്മചാരി ഇൻ മാത്തമാറ്റിക്സ്, ബ്രഹ്മചാരി ഇൻ ലോ എന്ന് പറഞ്ഞ അർത്ഥം 3 വർഷം ഞാൻ ലോയിൽ, 4 വർഷം 3 വർഷം ബിടെക്, 5 വർഷം MBBS. അല്ലേ? മെഡിസിനിലും സർജറിയിലും മാത്രമായിരുന്നു എൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. അത് മാത്രം ചിന്തിച്ച് നടന്ന് 5 വർഷം നടന്നാൽ എനിക്ക് കിട്ടുന്ന ഡിഗ്രിയാണ് MBBS. അങ്ങനെ ബ്രഹ്മചാരിയായാൽ അവരെന്താവാൻ യോഗ്യരായി? അതിൻ്റെ മാസ്റ്റർ ആവാൻ യോഗ്യരായി. അപ്പൊ അത് വേണ്ടെന്നാണോ പറയുന്നത്? ഒരു വിഷയം അങ്ങനെ പഠിക്കുമ്പോൾ, ഞാൻ ഒരു റൂട്ടിലൂടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ആ റൂട്ടിൽ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടല്ല പഠിക്കുന്നത്. ഏത് റൂട്ടിൽ വണ്ടി ഓടിക്കണമെങ്കിലും ഏതെങ്കിലും റൂട്ടിൽ ഞാൻ ഓടിച്ച് പഠിക്കണമല്ലോ. അതെ, ഒരു കുളത്തിൽ നീന്താൻ വേണ്ടിയിട്ടല്ലോ ഞാൻ നീന്തം പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ആദ്യ ലക്ഷണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്, ആ വിഷയത്തിൽ ജീവിതാന്തം അയാൾ ജീവിക്കാനല്ല. എനിക്ക് PhD കിട്ടുമ്പോൾ മാത്തമാറ്റിക്സിൽ PhD കിട്ടിയാലും ബയോളജിയിൽ കിട്ടിയാലും ഇംഗ്ലീഷിൽ കിട്ടിയാലും കൊടുക്കുന്നത് PhD എന്ന് പറയുന്ന ഒരു ഡിഗ്രിയാണ്. ഡോക്ടർ ഓഫ് ഫിലോസഫി എന്നാണ്. എന്താ അർത്ഥം? എനിക്കൊരു പ്രോബ്ലം എടുത്തിട്ട് അതിനെ സോൾവ് ചെയ്തിട്ട് അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്ന തരത്തിൽ എഴുതി പിടിപ്പിക്കാനുള്ള കഴിവുള്ളപ്പോൾ എനിക്ക് തരുന്ന ഡിഗ്രിയാണ് ഡോക്ടർ ഓഫ് ഫിലോസഫി. ആ ചോദ്യത്തിന് ഉത്തരം എനിക്ക് കണ്ടെത്താൻ മാത്തമാറ്റിക്സിൽ സാധിക്കുമെങ്കിൽ, മാത്തമാറ്റിക്സ് അല്ലാത്ത ഏത് വിഷയം ചോദിച്ചാലും അതിലൊരു ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാനും അതിന് ഉത്തരം കണ്ടുപിടിക്കാനും അതിനൊരു ഫിലോസഫിക്കലാക്കാനും അതിനുത്തരം നിങ്ങൾക്ക് കൺവിൻസിംഗ് ആയിട്ട് പറഞ്ഞു കൊടുക്കാനുമുള്ള കഴിവുണ്ടെന്നാണ് എൻ്റെ യൂണിവേഴ്സിറ്റി എനിക്ക് ആ ഡിഗ്രി തരുന്നത്. അതുണ്ടോ ഇല്ലയോ എല്ലാവർക്കും എന്നുള്ള വേറെ കാര്യം. അപ്പോൾ ആ പ്രോബ്ലം മാത്രം സോൾവ് ചെയ്യാനാണോ എനിക്ക് PhD തന്നത്? അല്ല. അതിന് ഈക്വലൻ്റ് ആയിട്ടോ ഈക്വലൻ്റ് അല്ലാത്തതോ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളോ ബന്ധപ്പെടാത്തതോ ഏത് വിഷയം തന്നാലും അതിനെ അനലൈസ് ചെയ്യാനുള്ള കഴിവിന് വേണ്ടിയിട്ടാണ്. ഞാനൊരു വണ്ടി ഓടിക്കുമ്പോൾ ആ വണ്ടി ഓടിക്കാനല്ല ഓടിക്കാൻ പറ്റും, ബ്രോഡ് സെൻസിലാണ് അതിനെ കൺസീവ് ചെയ്യുന്നത്. അങ്ങനെയാണ് വേണ്ടത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു പ്രോബ്ലം ചെയ്തിട്ട് എനിക്ക് PhD കിട്ടി, എൻ്റെ കീഴിൽ PhDക്ക് വരുന്ന സ്റ്റുഡൻസിന് അതേ പ്രോബ്ലം കൊടുക്കാൻ പറ്റില്ലല്ലോ. അവർ പുതിയൊരു പ്രോബ്ലമായിട്ട് വന്നാൽ ഐ വിൽ ടെൽ യു ഹൗ ടു സോൾവ് ഇറ്റ്. ആ എബിലിറ്റിയാണ് എനിക്ക് വേണ്ടത്. ഞാനൊരു പ്രോഗ്രാം എഴുതി ആ പ്രോഗ്രാം മാത്രമല്ലല്ലോ ഞാൻ എഴുതേണ്ടത്. ഞാനിപ്പോൾ കുറേ കാലം പ്രോഗ്രാമിംഗ് പഠിച്ച ഒരാളാണ്. ഏത് കുട്ടി വന്നാലും പ്രോഗ്രാമിംഗ് എനിങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളപ്പോഴാണ് ഞാൻ എൻ്റെ മാസ്റ്റർ ആവുന്നത്. ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന ആ വണ്ടി മാത്രം ഓടിക്കാനല്ല. അല്ല, ഇപ്പം TPS ആയിട്ട് സംസാരിക്കുമ്പം ഈ ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കരിയർ ഗൈഡൻസ് ഇതൊക്കെ
വലിയ ടാസ്ക്കായിട്ട് ഫീൽ ചെയ്യുന്നു. അല്ല, ഈ കരിയർ ഗൈഡൻസ് എന്നുള്ള വാക്കേ എനിക്കെതിരാ. എല്ലാവരും കൊടുക്കുന്ന വാക്കാണ് കരിയർ ഗൈഡൻസ്. കരിയർ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? തൊഴിൽ. കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഗ്രസ് ഇൻ യുവർ ജോബ് ഈസ് കോൾഡ് കരിയർ. ഓക്കെ. അപ്പോൾ 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഗ്രാജുവേഷനും ഞാൻ കൊടുക്കേണ്ടതല്ല കരിയർ ഗൈഡൻസ്. അവർക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആദ്യം വേണ്ടത്. ആ ജോബിൽ കയറിക്കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് കരിയർ ഉണ്ട്, CV അല്ലേ, ഞാൻ കരിക്കുലം വൈറ്റിയാണ് ആദ്യം ഉണ്ടാവുക. ആ CV കഴിഞ്ഞാൽ റെസ്യൂമി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ആ ഫസ്റ്റ് ജോലിയിൽ നിന്ന് സെക്കൻഡ് ജോലിയിലേക്ക് ചാടുമ്പോഴാണ്. ഇപ്പൊ നിങ്ങളുടെ ജോബ് സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുക എന്നുള്ളതാണെങ്കിൽ ഈ സ്റ്റുഡിയോ വിട്ട് വേറെ സ്ഥലത്തേക്ക് ചാടുമ്പോൾ നിങ്ങൾ കരിയർ ഡെവലപ്പ് ചെയ്യുകയാണ്. ആദ്യമായിട്ട് ഇവിടെ ജോലിക്ക് വരുന്നവന് കരിയറിനല്ല വരുന്നത്, ജോലിക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ആദ്യം കിട്ടുന്നത് ജോബ്. അപ്പൊ നമ്മൾ കുട്ടികളെ ഗൈഡ് ചെയ്യുന്നത് കരിയർ ഗൈഡൻസിലേക്കല്ല, അത് അവൻ സ്വന്തം ഉണ്ടാക്കേണ്ടതാണ്. നമ്മൾ കുട്ടികളെ ഗൈഡ് ചെയ്യേണ്ടത് ഒരു ജോബിലേക്കാണ്. ആ വാക്ക് പോലും പലപ്പോഴും ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം പോലും ഡിക്ഷണറിയിൽ നോക്കാതെയാണ് അവർ പറയുന്നത് എന്നുള്ളത്. ഇവിടെ ബയോഡേറ്റയും റെസ്യൂമേയും കരിക്കുലം വിധേയം എല്ലാം ഒന്നാണ്. അതുപോലും വ്യത്യസ്തമായിട്ട് അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചിലരൊക്കെ ആപ്ലിക്കേഷൻ തരുമ്പോൾ തന്നെ നോക്കും. അപ്പൊ അവര് റെസ്യൂമേന്ന് എഴുതിയിട്ട് അപ്പൊ മുമ്പ് എവിടെയാണ് ജോലി ചെയ്തത്? അതൊന്നും കണ്ടില്ലല്ലോ ഇവിടെ. ഇല്ല, ആദ്യമായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഹെഡിങ് തന്നെ തെറ്റാണ്. അവിടെ ബയോഡാറ്റയാണ് വേണ്ടത് അല്ല, CV ആണ്. ബയോഡാറ്റ ഇപ്പൊ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ ആർക്കെങ്കിലും കൊടുക്കുന്ന ഒരു ജനറിക് സാധനത്തിനെയാണ് ബ്രീഫ്, ബയോഡാറ്റ എന്നൊക്കെ പ്രൊഫൈൽ പോലെ കൂട്ടാം. അത് പ്രൊഫൈൽ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതൊന്നും ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമല്ല. ഒഫീഷ്യലായിട്ട് 2 സംഭവമാണ്, ഒന്ന് കരിക്കുലം വൈറ്റിയും ഒന്ന് റെസ്യൂമേയും. പക്ഷെ പലരും ഇത് എഴുതുമ്പോൾ പോലും തെറ്റായിട്ട് എഴുതും. അതുപോലെയാണ് കരിയർ ഗൈഡൻസ്. കരിയർ ഗൈഡൻസ് കുട്ടികൾക്ക് കൊടുക്കരുത്. അവർക്ക് ആദ്യമായിട്ടൊരു ജോബ് കൊടുക്കുക. ആ ജോബിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകാന്നുള്ളത് അയാൾ തീരുമാനിക്കട്ടെ. പല ജോബുകളെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതൊന്നും കരിയർ ഗൈഡൻസ് അല്ല. ഇനി ഇതിൽ കയറിയാൽ നിങ്ങൾ എവിടേക്ക് എത്തും? ഓരോ സ്ഥലത്തും അനുസരിച്ചിട്ടാണ്. ഒരാൾ IAS ആയ കളക്ടർ ആവുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. ഓക്കെ. IAS ആയിട്ട് റിട്ടയർമെന്റ് വരെ ഒരു ഡിസ്ട്രിക്റ്റിൽ പോലും പണിയെടുക്കാത്ത ആളാണ് നമ്മൾ കാണിച്ചത്. കാരണം അയാൾ സ്റ്റേറ്റ് കാഡർ വന്നാലല്ലേ കളക്ടർ ആവുള്ളൂ. ഓക്കെ. എല്ലാ IAS ആരും സ്റ്റേറ്റ് കാഡറിലല്ല വരിക, അല്ല സെൻട്രൽ ഗവൺമെന്റിൽ ഇരിക്കും. സെൻട്രൽ ഗവൺമെന്റിൽ ഇരുന്ന ഒരു ടേബിളും ഒരു ചെയറും കൊടുത്തിട്ട് അവിടെ ഇരുന്നിട്ട് കുറേ പണി ചെയ്യേണ്ടി വരും. എല്ലാ IFS-കാരനും ഫോറിൻ അംബാസഡർ ആവില്ല. നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ വെറും ക്ലറിക്കൽ ജോബ് ചെയ്തിട്ട് കുറേ കാലം ഇരിക്കുമ്പോഴാണ് ചിലപ്പോൾ അയാൾ പുറമേക്ക് പോവുക. ഓരോരോ വ്യത്യാസമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഓരോ തരത്തിൽ ജോബ് എന്ന് പറയുന്നത് അത് അവർക്ക് പാഷനതാണ്. ഞാൻ IAS ആയതുകൊണ്ട് ഏതെങ്കിലും മിനിസ്റ്ററുടെ കീഴിൽ വർക്ക് ചെയ്യണം, അങ്ങനെ ഒരു നിയമവും ഇല്ല. ഓരോരാളും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, ചൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ റാങ്ക് അനുസരിച്ചിട്ടും നമ്മുടെ ഓപ്ഷൻ അനുസരിച്ചും. ഇപ്പൊ സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഏത് IAS-കാരനും ഏത് നിമിഷവും എനിക്ക് തിരിച്ച് അവരൊക്കെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. ഏത് ദിവസവും അവർക്ക് സെൻട്രൽ ഗവൺമെന്റിലേക്ക് പോവാം, ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട്. ഇനി എന്തേ ഇവിടെ തന്നെ ഇരിക്കുന്നത്? കേരളത്തിൽ വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രം കിട്ടുന്നതുകൊണ്ട് കേരള സർവീസിൽ കിട്ടുമ്പോൾ ഏത് ആളും കേരളത്തിൽ സർവ് ചെയ്യാനാണ് താല്പര്യപ്പെടുക എന്നുള്ളതുകൊണ്ടാണ്. ഇനി വളരെ മോശം റാങ്കാണ്, കേരളത്തിലേക്ക് വരാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന കുറേ വേറെ അന്യദേശക്കാർ ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അവനെ അപ്പോയിന്റ് ചെയ്യുന്ന വേറെ ബീഹാറിലോ എവിടെയെങ്കിലൊക്കെ. അങ്ങനെ ഇരിക്കുന്ന കുറേ IAS എനിക്കറിയാം. ഇവിടെ വരാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ അയാൾക്ക് ഒരു ദിവസം വേണ്ടാന്ന് തോന്നിയാലോ അയാൾ നേരെ സെൻട്രൽ ഗവൺമെന്റ് പോകും. അത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആയാലും. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലുള്ള ഒരാളെ ഫിലിം ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഡൽഹിയിൽ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അവിടെ ഒരു 10 കൊല്ലം കഴിയുമ്പോഴാണ് അയാൾക്ക് തോന്നുക ഇപ്പം നല്ല കുഴപ്പമില്ലാത്ത സമയം തിരിച്ചു വരാം. ഉന്നത വിദ്യാഭ്യാസ സംശയങ്ങളെ നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റിൽ വളരെ ചുരുക്കമായിട്ട് മാത്രമാണ് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സംശയങ്ങളും ഓരോ കരിയറും തന്നെയായിരിക്കും, അല്ലെങ്കിൽ ജോബ് കിട്ടാനുള്ള സാധ്യതയായിരിക്കും. ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ഡോക്ടർ TPS-ഉമായി തൻ്റെ കുട്ടികളോ അല്ലെങ്കിൽ തൻ്റെ ബന്ധുക്കാരോ ആയിട്ടോ ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ, അല്ലെങ്കിൽ തനിക്ക് വേണ്ടിയിട്ടോ കുട്ടികൾക്കോ TPS-ഉമായിട്ട് ഡയറക്റ്റ് വിളിച്ച് സംസാരിക്കുന്നതിനും വിദ്യാഭ്യാസ സംബന്ധമായ എന്ത് സംശയത്തിനും അതുതന്നെ വിദ്യാഭ്യാസ സംബന്ധമായ സംശയങ്ങൾ പരിഹരിക്കുന്നതിനും ഞങ്ങൾ താഴെ TPS-ന്റെ നമ്പർ സ്ക്രോൾ ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങൾ എന്തുമാകട്ടെ സമയം പോലെ TPS-ന് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ സമയം പോലെ അദ്ദേഹം തിരിച്ച് നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. ദിസ് വീഡിയോ ഇസ് പവേർഡ് ബൈ വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എറണാകുളം.